ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബാംഗ്ലൂരിലെ വൺ ഓഫ് ദി ബിഗ് ഹോസ്പിറ്റലിലെ റൂം ടൂർ ആണ് കേട്ടോ. അപ്പോൾ റൂം ടൂർ എന്ന് പറയാൻ ഹോസ്പിറ്റലൊന്നും പ്രത്യേകമായിട്ടൊന്നുമില്ല. പക്ഷേ ഈ റൂം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിലെ റൂം എടുത്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു റൂമാണ്. വലിയ റൂം എന്ന് പറയാൻ സ്പേഷ്യസ് ആയിട്ടുള്ളല്ല, റെൻറ്റ് വൈസ് വളരെ വലുതാണ്. പെർ ഡേ ഇവർ ചാർജ് ചെയ്യുന്നത് തന്നെ 12,500 രൂപയാണ് കേട്ടോ. റൂമിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എല്ലാ ഫെസിലിറ്റീസോടും കൂടിയിട്ടുള്ള റൂമാണ്. അത്ര സ്പേഷ്യസ് അല്ല. നമുക്ക് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്രോവേവ് ഓവനുണ്ട്, കെറ്റിലുണ്ട്, ഒരു വാർഡ്രോബ് ഉണ്ട്. അത്യാവശ്യം നമുക്കുള്ള ആക്സസറീസും കാര്യങ്ങളും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഷെൽഫ് ഉണ്ട്, ടി വി ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വ്യൂ പോയിൻ്റാണ്. രാത്രിയിലത്തെയും പകലത്തെയും കാഴ്ചകൾ കാണാനായിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത്ര മാത്രമേ ഉള്ളൂ ഈ റൂമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ പേഷ്യൻറ്റിനൊപ്പം ഒരു ബൈസ്റ്റാൻഡർ മാത്രം അലൗ ചെയ്യുള്ളൂ. വേറെ ആർക്കും പ്രവേശനമില്ല. ഒരു ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ 12:30 ടു 2 o'clock എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് മാത്രം പേഷ്യൻറ്റിനുള്ള ഫുഡ് അവർ തരുന്നത് കഴിക്കണം. പിന്നെ ബൈസ്റ്റാൻഡർക്ക് കിടക്കാനായിട്ടുള്ള സോഫ കം ബെഡും അതൊക്കെ നല്ല സൗകര്യത്തോടു കൂടിയ നല്ല കുഷ്യനബിളായിട്ടുള്ള എല്ലാതും ഉണ്ട് കേട്ടോ. ബ്ലാങ്കറ്റും അതുപോലെ തന്നെ പുതപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വിരിപ്പും തലോണയും പിന്നെയും എല്ലാം ഉണ്ട്. പിന്നെ വ്യൂ പോയിൻറ്റ് ബെസ്റ്റാണ്. ഇപ്പം മെട്രോയുടെ പണി തോന്നിരിക്കുന്ന പില്ലറുകൾ നിങ്ങൾക്ക് കാണാം. പിന്നെ മെയിൻ റോഡാണ്, ഹെബ്ബാൾ റോഡാണ്. ബാംഗ്ലൂരിലെ സ്പർശ് ഹോസ്പിറ്റലാണ് കേട്ടോ. നല്ലൊരു വലിയൊരു ഹോസ്പിറ്റലാണ്. പിന്നെ ബാത്റൂം ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ആസ് യൂഷ്വൽ നോർമലാണ്. കൂടുതലായിട്ടൊന്നും 12,500 രൂപയ്ക്ക് എന്നുള്ള ആ ഒരു റേറ്റിന് നമ്മുടെ നാട്ടിൽ നല്ലൊരു സ്യൂട്ട് റൂമും ഫാമിലി റൂമൊക്കെ നമുക്ക് നല്ലൊരു സ്യൂട്ട് റൂമൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നല്ല ഈ റേറ്റിന്. സെൻട്രലൈസ്ഡ് AC ഒക്കെ ഉണ്ട്. പക്ഷേ ബാംഗ്ലൂർ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും റെൻറ്റ്. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റൂം ഇത്രയും നമുക്ക് റെൻറ്റ് എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നമുക്ക് ക്ലെയിം ചെയ്ത് വരികയാണല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഈ ഓപ്ഷൻ എടുത്തത് കേട്ടോ. ഞങ്ങൾക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ പേഷ്യൻറ്റിന് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നേഴ്സിങ്ങിൻ്റെ സർവീസ് ആണെങ്കിലും എല്ലാം നമ്മൾ ഒന്നും അറിയണ്ട. ഇപ്പോൾ പേഷ്യൻറ്റ് കൂടെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാം നമ്മൾ അവിടുന്ന് ഡിസ്ചാർജായി വരുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും അവർ ചെയ്തു തരും. അത് ബാംഗ്ലൂരിൽ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മളൊന്നും അങ്ങോട്ട് പറയണ്ട. അവരിടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യും കാര്യങ്ങളും എല്ലാം ചെയ്തു തരും. പിന്നെ എല്ലാം അതിനവർ ചാർജ് ചെയ്യുന്നുണ്ട്. പെർ ഡേ നേഴ്സിംഗ് ചാർജ് മാത്രമായിട്ട് 1,500 അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ സർവീസിനും ചാർജ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസും സർവീസും നമുക്ക് കിട്ടും. മാത്രമല്ല ഡോക്ടേഴ്സായാലും ഒരു ഡോക്ടറല്ല, നമുക്ക് ഡയറ്റീഷ്യൻസ് ഏത് തരത്തിലുള്ള ഫുഡുകൾ കഴിക്കണം, അതുപോലെ തന്നെ തെറാപ്പിസ്റ്റ് നമുക്ക് കാലിനും എന്തെങ്കിലുമൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെ എക്സസൈസ് ചെയ്യണം അതൊക്കെ പഠിപ്പിച്ച് തരും. പിന്നെ ഫിസിഷ്യൻ, അതുപോലെ തന്നെ ന്യൂറോ, നമുക്ക് എന്ത് അസുഖമായിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഡോക്ടേഴ്സ് വന്ന് ഫോളോ അപ്പ് ചെയ്യും. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. ഈ റൂം റെൻറ്റിൻ്റെ പുറമെയാണ് ഈ സർവീസ് ചാർജൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എത്രയും ഈ ഒരു റേറ്റിന് 12,500 രൂപ എന്നുള്ള റേറ്റ് നമുക്ക് നാട്ടിൽ നല്ലൊരു സ്യൂട്ട് റൂമോ അതുപോലെ ഫാമിലി ആയിട്ടുള്ള റൂംസോ ഒക്കെ കിട്ടും. അപ്പം എനിക്കിതെന്തായാലും ഒരു 5 സ്റ്റാർ ആ ഒരു ലെവലിലുള്ള റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കുമ്പോൾ ഉള്ള സൗകര്യങ്ങൾ പോരാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ.